കേരളത്തിലെ ഈ പള്ളിത്തർക്കവും സഭാതർക്കമൊന്നും അത്ര പുതുമയുള്ള കാര്യമല്ല. എല്ലാം ആർക്കു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം നടത്തുന്നത്. അതിനകത്ത് തന്നെ ആ സഭാതർക്കത്തിനകത്ത് തന്നെ ഒരു വലിയ തട്ടിപ്പല്ലേ നടത്തുന്നത്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നത്? നിങ്ങളുടെ മതമല്ലല്ലോ ഇതെന്ന് പറയാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മതമൊന്നുമില്ല. ഞാനൊരു മനുഷ്യനാണ്. ചുറ്റും കാണുന്നത് വെച്ച് എനിക്ക് പറയാൻ തീർച്ചയായിട്ടും എനിക്ക് അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് 19(1)(a) എന്നുള്ള വകുപ്പ് അനുസരിച്ച്. അതുകൂടാതെ ഞാനൊരു വേണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളെന്നും പറയാം. ക്രിസ്തുവുമായിട്ടാണ്, മതവുമായിട്ടല്ല. അതായത് ബൈബിൾ വായിച്ചിട്ടുള്ള, പലവരും വായിച്ചിട്ടുള്ള, ഓൾഡ് ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻറ്റും വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മഹത്തായ സാഹിത്യം ബൈബിളാണ് എന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം അത്ര ലളിതമായ ഭാഷയിൽ ഇംഗ്ലീഷിലാണ് വായിച്ചിട്ടുള്ളത്, എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ ഒരു ആരാധകനുമാണ് ഞാൻ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള പാരബിൾസ് അല്ലെങ്കിൽ ഉപകഥകൾ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കഥകളും സാഹിത്യവുമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആ തരത്തിൽ ഞാനൊരു മതവിശ്വാസിയാണെന്നും പറയാം. അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, സ്നേഹം ദൈവമാണ്, സ്നേഹം സത്യമാണ്, അതുപോലെ തന്നെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക, അതുപോലെ തന്നെ ധാരാളമായിട്ട് പണക്കാരൻ ധനികൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടിക്കടക്കുന്നത് പോലെ പ്രയാസമാണെന്ന് പറയുക. എത്ര മഹത്തായിട്ടുള്ള ആദർശ സമവാക്യങ്ങളാണിതെല്ലാം. പക്ഷേ അടുത്ത കാലത്തായിട്ട് അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ യോർദാൻ നദിയുടെ കരകളിലൂടെ ചക്രവാളം തൊട്ട് ചക്രവാളം വരെ ശബ്ദ കൊടുങ്കാറ്റ് ഉയർന്നു എന്ന് പാടിയത് ഏതെങ്കിലും ക്രിസ്ത്യാനിയല്ല, വയലാർ രാമവർമ്മയാണ് അല്ലേ? അത് അത്രമാത്രം പ്രഭാവം ചെലുത്തി. അത് ശബ്ദ കൊടുങ്കാറ്റെന്ന് അദ്ദേഹം ഉയർത്തി. പക്ഷേ ഇപ്പോഴും പള്ളിമേടകളിലും അരമനകളിലും ഒരു ശബ്ദ കൊടുങ്കാറ്റ് ഉയരുന്നുണ്ട്. അത് സ്നാപക യോഹന്നാൻ ഉയർത്തിയ കൊടുങ്കാറ്റല്ല, വിവാദത്തിൻ്റെ കൊടുങ്കാറ്റാണ്. പലതരത്തിലുണ്ടിത്. ഇപ്പോൾ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ളതാണെങ്കിൽ വളരെ വിചിത്രമാണ്. അതായത് കുർബാന ദൈവാഭിമുഖമായിട്ട് വേണോ അതോ ജനാഭിമുഖമായിട്ട് വേണോ? എങ്ങനെയായാലെന്ത്, കിഴക്കോട്ടായാലെന്ത്, പടിഞ്ഞാറായിട്ട് എന്ത് പള്ളിയുടെ, വടക്കോട്ടായാലും തെക്കോട്ടായാലെന്ത്, ഇത് ഈശ്വര അഭിമുഖമായിട്ട് ആയിത്തീരുമല്ലോ. അങ്ങനെയല്ലേ പള്ളികളിൽ നടക്കുന്ന കാര്യങ്ങൾ? അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത്? അതിന് രണ്ട് വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാർ മത്സരിക്കുന്നതിനേക്കാൾ മോശമായ രീതിയിൽ പത്ര സമ്മേളനങ്ങൾ നടത്തി വലിയ യുദ്ധം നടക്കുകയാണ്. അത് അവിടെ ഇരിക്കട്ടെ. അതുകൂടാതെ നിരവധി കോടതി വിധികളുണ്ടായിട്ടും അത് അംഗീകരിക്കുകയില്ലെന്ന വാശിയോടുകൂടി പള്ളികളിൽ പോയി തല്ലുകൂടുകയാണ് മറ്റൊരു വിഭാഗം. മധ്യ കേരളത്തിലുടനീളം പള്ളി തർക്കങ്ങൾ കോടതി വിചാരിച്ചിട്ടും ഗവൺമെൻറ് വിചാരിച്ചിട്ടും ഒന്നും പരിഹരിക്കാൻ കഴിയാതെ ഈ അവിടെ ഗാസ മുനമ്പലി ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും നടത്തിയ യുദ്ധം അതുപോലും പരിഹരിച്ചപ്പോൾ ഒത്തുതീർപ്പായി. ഇതുവരെ ഒത്തുതീർപ്പാകുന്നു. വാസ്തവത്തിൽ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ എനിക്ക് സങ്കടമുണ്ടാക്കുന്നു. കാരണം താങ്കൾക്കറിയാവുന്നതുപോലെ പാവങ്ങളുടെ അത്താണിയായി നിന്ന ഒരു ബിഷപ്പുണ്ട്, മാർത്തോമ. താങ്കൾക്ക് അറിയാവുന്ന മണ്ണമ്പല ആസ്ഥാനമായിട്ടുള്ള ക്രിസോസ്റ്റം ഫലിതങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ചിരിച്ചു കുളിപ്പിക്കുന്ന ആ മനുഷ്യൻ ഒക്കെ നമ്മൾ ബഹുമാനപൂർവ്വം എത്രയോ പാവങ്ങളെ എത്രയോ ബിഷപ്പുമാർ സഹായിച്ചിട്ടുണ്ട്. ഴാൻ വാൽജീനെ മോഷ്ടാവാണെന്ന് അറിഞ്ഞിട്ടും സഹായിച്ച ആ ബിഷപ്പ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാവങ്ങളെ സഹായിക്കുക എത്രയോ ബിഷപ്പുമാർ, കാത്തലിക് ബിഷപ്പുമാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട്. ലിബറേഷൻ തിയോളജിയുടെ ഉപജ്ഞാതാക്കൾ പാവങ്ങളോട് അടുത്ത് നിന്നിരുന്ന ആൾക്കാരാണ് അവരെല്ലാം. അതുകൊണ്ട് ട്രംപിനോട് ഒരു വനിതാ ബിഷപ്പ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നയങ്ങൾ തിരുത്തണം, ട്രാൻസ്ജെൻഡറുകളോട് കുറച്ചുകൂടെ ദയ കാണിക്കണമെന്ന് പറയാൻ ധൈര്യപ്പെട്ട സ്ത്രീയുടെ പേര് ഞാൻ പറഞ്ഞു. സ്ത്രീ ബിഷപ്പ്. നമ്മളെ അഭിമാന പുളകിതരും ആവേശഭരിതരുമാക്കുന്ന ബിഷപ്പിനെ പേരെല്ലാം ഓർക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു മതത്തിൽ ഇങ്ങനെയുള്ള ഏഷണിയും വഴക്കും തമ്മിൽ തല്ലും പൂരം പാട്ടുകളുമൊക്കെ ഉണ്ടാവുന്നത് പലപ്പോഴും ഈ സർക്കാർ തന്നെ ഇടപെട്ടിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് ഇത് രമ്യതയിൽ എത്തിക്കാൻ അല്ല, അത് രാഷ്ട്രീയമാണ് അവർ കാണുന്നത്. കോടതി വിധി വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് അവർക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇവർ പല ശബരിമല കാര്യത്തിലൊക്കെ അവർ പരിഹരിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. അതിനകത്ത് കാണിക്കുന്ന ഉത്സാഹം ഇവിടെ കാണിക്കുന്നില്ല. കാരണം എന്താണ്? കോടതി വിധി വന്നിരിക്കുന്നത് ഒരു ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗം സഭ
എനിക്ക് അനുകൂലമായിട്ടാണ്. ഭൂരിപക്ഷം മറുവശത്താണ്, പാവപ്പെട്ടവരും മറുവശത്താണ്, അതും കൂടെ സമ്മതിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ നിൽക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി, എന്നാൽ ഇവരുടെ കൂടെ എന്നേക്കാം, ഇവരുടെ വോട്ടാണ് കൂടുതലുള്ളത്. ആ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതുകൊണ്ടാണ് ഇത് പരിഹരിക്കപ്പെടാൻ കഴിയാത്തത്. തമ്മിൽ കിടന്ന് അടിച്ച് മരിക്കട്ടെ എന്നാണ് ഗവൺമെൻറ് വിചാരിക്കുന്നത്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ഈ പാവങ്ങൾക്ക് പലതരത്തിലുള്ള സഹായങ്ങളും ജാതിയും മതവും നോക്കാതെ സഹായം ചെയ്തിട്ടുള്ള ബിഷപ്പുമാർ ഉൾക്കൊള്ളുന്ന ഒരു സഭയുടെ മഹത്തായ പാരമ്പര്യമാണോ നഷ്ടപ്പെടാൻ പോകുന്നത്? അത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ തമ്മിൽ തള്ളുന്നത് കണ്ടിട്ട് ആളുകൾ ചിരിക്കുകയാണ്, കൈയടിക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ നിൽക്കുന്നത്? എന്തുകൊണ്ട് ഈ പള്ളികളുടെ കാലത്ത് ഒരു മേശയ്ക്ക് ചുറ്റും ഇത് പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ? ഇത് എല്ലാം ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടിയിട്ടാണല്ലോ. പരീശന്മാരെയും ചുങ്കക്കാരെയും പള്ളികളിൽ നിന്ന് പുറത്താക്കിയ യേശുക്രിസ്തുവിനെ യോജിച്ചത് ഏതെന്ന് ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര താമസം? നിങ്ങൾ തന്നെ പരിഹരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഇത് കോടതി പോകണ്ട, പോലീസ് പോകണ്ട, ഗവൺമെൻറ്റിലേക്ക് പോകണ്ട, നിങ്ങൾ ചുറ്റുവരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതല്ലേ വേണ്ടത്, അതല്ലേ ശരിയായിട്ടുള്ളൊരു രീതി. ഇതെല്ലാം നിങ്ങളെല്ലാം ഈ ക്രിസ്തുവിന് വേണ്ടിയാണല്ലോ, കർത്താവിന് വേണ്ടിയാണല്ലോ, വിശുദ്ധ ദൈവത്തിന് വേണ്ടിയാണല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പല മാർഗങ്ങൾ, പല രീതിയിലുള്ള അടിപിടികൾ, കലച്ചിലുകൾ കൂട്ടണം? കഴിഞ്ഞ ദിവസം തലയോലപ്പറമ്പിൽ നടന്നു ഒരു അടിപിടി. പള്ളിക്കേസാണ് വിഷയം. പള്ളിക്കകത്ത് കിടന്ന് തല്ലുകയാണ് വിശ്വാസികൾ, അൽമായർ തമ്മിൽ, വൈദികർ തമ്മിൽ. വൈദികരും പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലും ഉണ്ടാകും. എന്ത് മോശമാണ്! നിങ്ങൾ നിയുക്തരായിരിക്കുന്നത് ഈ കലഹം ഉണ്ടാക്കാനാണ്, സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ? സമാധാനത്തിൻ്റെ ദൂതനായിട്ട് ജെറുസലേമിലൂടെ കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന യേശുവിൻ്റെ മഹത്തായ പാരമ്പര്യത്തിന് നിരക്കുന്നതാണോ ഈ തമ്മിൽ തന്നെ? നിങ്ങളുടെ ഏത് ഭാഗം ശരി, ഏത് ഭാഗം തെറ്റെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് പരിഹരിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. ക്രിസ്മസ് കാലത്ത് പോലും ലോകമഹായുദ്ധം നിർത്തിവെച്ചിരുന്നു. അതിലും വലിയ പ്രശ്നമൊന്നുമില്ല, ലോകമഹായുദ്ധത്തെക്കാൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു വിരുദ്ധമാണ്, ക്രിസ്തുമത വിരുദ്ധമാണ്, കർത്താവിന് നിരക്കാത്തതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളവനില്ലാത്തവർ കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയിട്ടുള്ള കലഹങ്ങളാണ് ഈ നടക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് അതിലേക്ക് അൽമായരെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പരിപാടി സഭയ്ക്കും അതുപോലെ തന്നെ മനുഷ്യരാശിക്കാകെയും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. മഹത്തായ ഒരു മതത്തിൻ്റെ, അതുപോലെ തന്നെ ശാന്തഗംഭീരനായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ, സമാധാനത്തിൻ്റെ അപ്പോസ്തോലനായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ സങ്കടത്തിന് ഇടയാക്കുന്നു. അദ്ദേഹത്തിനെ വീണ്ടും ക്രൂശിലേറ്റുന്നത് പോലെ ക്രൂരമായിട്ടുള്ള ചെയ്തികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു പരിഹാരം കാണണം. അതിന് നിങ്ങൾക്ക് കഴിവുള്ളവരുണ്ട്, സ്വാധീനമുള്ളവരുണ്ട്, പ്രതാപമുള്ളവരുണ്ട്. ഈ പ്രശ്നം നിങ്ങൾ പരിഹരിക്കണം, നിങ്ങൾ തന്നെ പരിഹരിക്കണം. മറ്റാരുടെയും ബാഹ്യ ഇടപെടൽ കൂടാതെ നിങ്ങൾ തന്നെ പരിഹരിച്ച് ഇങ്ങനെ നിങ്ങൾ സഭയ്ക്കും അതുപോലെ തന്നെ ദേവാലയങ്ങൾക്കും ദൈവപുത്രനും അവമതിപ്പുണ്ടാക്കുന്ന ഈ നിലപാട് നിങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണം. പത്രത്തിൽ വരുമ്പോൾ കുറേ പേര് വരും, പക്ഷേ അപമാനം ഉണ്ടാകുന്ന സഭയ്ക്കാണ്. പക്ഷേ ഇപ്പോഴും ദീർഘകാലമായിട്ട് തർക്കം നിൽക്കുന്ന സഭകളുണ്ടല്ലോ അല്ലേ? ദീർഘകാലമായിട്ട് സഭ അടിയാണ്. തർക്കമാണെങ്കിൽ കുഴപ്പമില്ല, തർക്കമാണെങ്കിൽ കുഴപ്പമില്ല. നിലയ്ക്കൽ പ്രശ്നത്തിൽ തർക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് വെടിവെച്ചത് കൊല്ലത്താണ്, നിലയ്ക്കലല്ല. അതെ. പക്ഷേ ഇവിടെ നടക്കുന്നത് അടിപിടിയാണ് പള്ളിക്കകത്ത്. അതെ, ചാനലുകൾക്ക് പാൽപ്പായസമാണ് ഈ വിഷ്വൽ എടുത്ത് കൊടുക്കുന്നത്. വൈദികരും പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നത് നോക്കുക, നല്ല വിഷ്വൽസാണ്. പക്ഷേ നല്ല ആദർശമല്ല, സഭാ ആദർശങ്ങൾക്ക് നിരക്കുന്നതുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.